കേരളത്തിൽ അപ്രതീക്ഷിതമായ അതിശക്തമായ മഴ. തൊടുപുഴ കാഞ്ഞാർ അടൂർ മലയിലും പൂഞ്ഞാർ പയ്യാനത്തടത്തും മണ്ണിടിച്ചിൽ. വാഗമണ്ണിൽ വീട് തകർന്നു. ആകെ 4 മരണം. 2 പേർക്കായി തെരച്ചിൽ തുടരുന്നു. സംസ്ഥാനത്തെങ്ങും കനത്ത നാശനഷ്ടങ്ങൾ. കോതമംഗലത്ത് പൂയംകുട്ടി പുഴ കരകവിഞ്ഞു. മണികണ്ഠൻ ചാല് മുങ്ങി. കോന്നി അരുവാപുലത്ത് ഉരുൾപൊട്ടി. പത്തനംതിട്ടയിൽ കനത്ത വെള്ളക്കെട്ട്. റാന്നി പട്ടണത്തിൽ അരയ്ക്കൊപ്പം വെള്ളം. പാലാ ടൗണിലും വെള്ളം. ഈരാറ്റുപേട്ട തൊടുപുഴ റോഡിൽ വെള്ളം കയറി. കൊടുങ്ങൂരിൽ കാർ ഒഴുക്കിൽപ്പെട്ടു. എട്ട് ജില്ലകളിൽ റെഡ് അലേർട്ട്. വടക്കൻ കേരളത്തിൽ വരും മണിക്കൂറുകളിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പ്. 9 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. സാഹചര്യം ഗുരുതരം. നേരിടാൻ സജ്ജമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി. മലയോര മേഖലയിൽ യാത്രയ്ക്ക് നിയന്ത്രണം. മത്സ്യബന്ധനത്തിന് കടലിൽ പോകാനും നിയന്ത്രണം. PM ശ്രീയിൽ രാഷ്ട്രീയ പ്രതിസന്ധിയിലായി UDF. മുന്നണിക്ക് കുരുക്കായത് കരാറിൽ നിന്ന് പിന്മാറാനാവില്ല എന്ന വാദം നിഷേധിച്ച് കേന്ദ്ര സർക്കാർ. പിന്മാറ്റത്തിനുള്ള സാധ്യത പരിശോധിക്കുമെന്ന് ആവർത്തിച്ച് ലീഗ്. മന്ത്രിസഭാ ഉപസമിതി റിപ്പോർട്ട് വൈകാൻ സാധ്യത. മികച്ച പ്രകടനം കാഴ്ചവെച്ച് കൊച്ചി മെട്രോ. യാത്രക്കാരുടെ എണ്ണത്തിൽ റെക്കോർഡ് വർധനവ്. 1,00,000 കടന്ന് പ്രതിദിന ശരാശരി യാത്രക്കാരുടെ എണ്ണം. നഷ്ടം കാര്യമായി കുറഞ്ഞു. വരുമാനത്തിലും പ്രവർത്തന ലാഭത്തിലും വൻ മുന്നേറ്റം. കൊച്ചി മെട്രോ മാറുകയും ചെയ്തു. ഊബർ ഡ്രൈവർമാരുടെ സമരം തീർക്കാൻ സർക്കാർ. മറ്റന്നാൾ തിരുവനന്തപുരത്ത് ചർച്ച. ഊബർ സമരം തിരക്കേറിയ സമയങ്ങളിൽ ഓട്ടം നിർത്തിവെച്ച് സമവായത്തിനെന്ന് പറഞ്ഞു വിളിച്ച് ഊബർ കമ്പനി അവഹേളിച്ചെന്നും ഡ്രൈവർമാർ. ജമ്മുകശ്മീരിലെ കുൽഗാമിൽ ഭീകരാക്രമണം. ഒരാൾ മരിച്ചു. ആക്രമണത്തിന് പിന്നിൽ പാക് സംഘടന ലഷ്കർ-ഇ-തൊയ്ബ ബന്ധമുള്ള ഭീകരരെന്ന് രഹസ്യാന്വേഷണ വിവരം. ആക്രമണം അന്യസംസ്ഥാന തൊഴിലാളികളെയും കശ്മീരി പണ്ഡിറ്റുകളെയും ഹിറ്റ് ലിസ്റ്റിലാക്കി പ്രചരിപ്പിച്ചതിന് പിന്നാലെ